സംഖ്യ അധ്യായം 10. കാഹളം. കർത്താവ് മോശെയോട് അരുളിച്ചെയ്തു, അടിച്ചുപരത്തിയ വെള്ളികൊണ്ട് 2 കാഹളം നിർമ്മിക്കുക. സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പാളയത്തിൽ നിന്ന് പുറപ്പെടാനും അവ മുഴക്കണം. അവ രണ്ടും ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവനും സമാഗമ കൂടാരവാതിൽക്കൽ നിന്റെ മുമ്പിൽ സമ്മേളിക്കണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുമ്പിൽ ഒന്നിച്ചു കൂടണം. സന്നാഹത്തിനുള്ള ആദ്യ കാഹളം മുഴങ്ങുമ്പോൾ കിഴക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. അത് 2-ാം പ്രാവശ്യം മുഴങ്ങുമ്പോൾ തെക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. യാത്ര പുറപ്പെടേണ്ടപ്പോഴൊക്കെ സന്നാഹ ധ്വനി ഉയർത്തണം. സമൂഹം ഒന്നിച്ചുകൂടാൻ കാഹളം ഊതുമ്പോൾ സന്നാഹധ്വനി മുഴക്കരുത്. അഹ്റോൻ്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറതോറും എന്നേക്കുമുള്ള നിയമം ആയിരിക്കും. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാഹധ്വനി മുഴക്കണം. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലും നിർദ്ദിഷ്ടമായ ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ദഹനബലികളും സമാധാനബലികളും അർപ്പിക്കുമ്പോഴും കാഹളം ഊതണം. അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഓർമ്മിക്കും. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. സീനായിൽ നിന്ന് പുറപ്പെടുന്നു. 2-ാം വർഷം 2-ാം മാസം 20-ാം ദിവസം സാക്ഷ്യകൂടാരത്തിന് മുകളിൽ നിന്ന് മേഘം ഉയർന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്ന് നിന്നു. മോശെ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യൂദാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു. അമിനാദാബിൻ്റെ മകൻ നഹ്ശോനായിരുന്നു അവരുടെ നായകൻ. ഇസാക്കർ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് സുവാറിൻ്റെ മകൻ നെതനേൽ ആണ്. സെബുലൂൺ ഗോത്രത്തെ നയിച്ചത് ഹെലോനിൻ്റെ പുത്രൻ എലിയാബ് ആകുന്നു. കൂടാരം അഴിച്ചിറക്കിയപ്പോൾ ഗെർശോൻ്റെയും മെറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനന്തരം റൂബൻ ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. ശെദയൂറിൻ്റെ മകൻ എലീസൂർ അവരുടെ മുമ്പിൽ നടന്നു. ശിമിയോൻ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് സുരിഷദ്ദായിയുടെ മകൻ ശെലൂമിയേൽ ആണ്. ഗാദ് ഗോത്രത്തെ നയിച്ചത് റൗവേലിൻ്റെ മകൻ എലിയാസാഫ് അത്രേ. അതിനുശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കൊഹാത്തിൻ്റെ പുത്രന്മാർ പുറപ്പെട്ടു. അവർ എത്തുന്നതിനു മുമ്പ് സാക്ഷ്യകൂടാരം സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് എഫ്രായീം ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. അവരുടെ നായകൻ അമ്മീഹൂദിൻ്റെ മകൻ എലീശാമ ആയിരുന്നു. മനാസെ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് പെദാസൂറിൻ്റെ മകൻ ഗമാലിയേൽ ആണ്. ബെഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗിദയോനിയുടെ മകൻ അബിദാൻ. ദാൻ ഗോത്രം അണികളായി പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിൻനിരയായി പുറപ്പെട്ടു. അമിഷദ്ദായിയുടെ മകൻ അഹിയേസർ അവരുടെ മുമ്പിൽ നടന്നു. ആശേർ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് ഒക്രാൻ്റെ മകൻ പഗിയേൽ ആണ്. നഫ്താലി ഗോത്രത്തെ നയിച്ചത് ഏനാൻ്റെ മകൻ അഹീറ. അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത്. തൻ്റെ അമ്മായിയപ്പനായ മിദിയാൻകാരൻ റെവുവേലിൻ്റെ മകൻ ഹെബാബിനോട് മോശെ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ വരിക, നിനക്ക് നന്മയുണ്ടാകും. കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ മോശെ പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം മരുഭൂമിയിൽ പാളയമടിക്കേണ്ടതെങ്ങനെയെന്ന് നിനക്കറിയാം. നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും. നീ ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്ക് ലഭിക്കും. അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയിരുന്നു. അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്ക് മീതെയുണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഉണരുക. അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിൻ്റെ 10,000ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും.